നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ബോധത്തെ ഉണർത്തുക എന്നതാണ് ആധ്യാത്മിക സാധനകളുടെ എല്ലാം ലക്ഷ്യം. ഹിമാലയത്തിൽ തപസ്സു ചെയ്യുന്ന ഒരു യോഗിക്കും, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയ്ക്കും, യുദ്ധക്കളത്തിൽ പോരാടുന്ന ഒരു പട്ടാളക്കാരനും, വിമാനം നിയന്ത്രിക്കുന്ന ഒരു പൈലറ്റിനുമൊക്കെ ശ്രദ്ധ കൂടിയേ തീരൂ. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി വലിയൊരാപത്തിനു വഴിതെളിയിക്കാൻ. തനിക്കും മറ്റുള്ളവർക്കും ദുഃഖവും ദുരിതവുമായിരിക്കും അതിൻ്റെ ഫലം. ഇന്ന് നമുക്ക് അറിവുണ്ടെങ്കിലും ബോധം വന്നിട്ടില്ല. സിഗരറ്റ് വലിക്കരുത് എന്ന അറിവുണ്ട്, എന്നിട്ടും സിഗരറ്റ് വലിക്കുന്നു. എന്നാൽ തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിയുമ്പോൾ സിഗരറ്റ് വലി നിർത്തുന്നു. അതുപോലെ ഭക്ഷണക്കാര്യത്തിൽ യാതൊരു ചിട്ടയുമില്ലാതിരുന്ന ഒരാൾ കഠിനമായ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ പഥ്യം പാലിക്കുന്നത് കാണാം. പലപ്പോഴും ആപത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മിലെ ബോധം ഉണരുന്നത്. എന്നാൽ ഓരോന്നിൻ്റെയും ഭവിഷ്യത്തിനെ കുറിച്ച് ആദ്യമേ തന്നെ ഓർത്താൽ നമ്മളിൽ ബോധം ഉണരും. തെറ്റുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. നമുക്ക് അറിവുണ്ട്. ഈ അറിവിനെ ബോധത്തിലേക്ക് ഉയർത്തുവാൻ ഓരോ കർമ്മത്തിലും വിവേകബുദ്ധി ഉപയോഗിച്ച് ശ്രദ്ധയോടെ നീങ്ങണം. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ വളരെ സൂക്ഷിച്ചു പെരുമാറും. അവിടെ നടക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും വളരെ ശ്രദ്ധയോടെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് നമുക്കറിയാം. അതുപോലെ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ എമിഗ്രേഷന് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പാടില്ല, ശബ്ദിക്കാൻ പാടില്ല. അവർ പറയുന്നതൊക്കെ അനുസരിക്കണം. പെരുമാറ്റച്ചട്ടം പാലിച്ചില്ലെങ്കിൽ നമ്മളെ മാതൃരാജ്യത്തിലേക്ക് തിരിച്ചയക്കും. വിദേശത്ത് പോകണം എന്ന ലക്ഷ്യം ഓർക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ അവരുടെ ചട്ടം പാലിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഈ ശ്രദ്ധ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ഭാവമാണ്. ഈ ഭാവം ഉണർത്തി നിരന്തരം നിലനിർത്തുകയാണ് വേണ്ടത്. ഒരു കോളേജ് ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ ചില വിദ്യാർത്ഥികൾ ആവശ്യത്തിലധികം ഭക്ഷണം പ്ലേറ്റിലെടുത്തു കുറച്ചു മാത്രം കഴിച്ച് ബാക്കി ചവറ്റുകൊട്ടയിൽ കളയുന്നത് പതിവായിരുന്നു. ഇതിനെക്കുറിച്ചറിഞ്ഞപ്പോൾ ഹോസ്റ്റൽ വാർഡൻ അവരോട് പറഞ്ഞു, ഒരു നേരം പോലും വയറു നിറയ്ക്കുവാൻ വകയില്ലാതെ എത്രയോ പാവങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒരു തുള്ളി കുടിവെള്ളം കിട്ടാനില്ലാതെ ദാഹിച്ചു വലയുന്ന എത്രയോ പേരുണ്ട്. ആശുപത്രികളിൽ പായയോ പുതപ്പോ ഒന്നുമില്ലാതെ വെറും നിലത്ത് കിടക്കുന്നവരുണ്ട്. പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന് ചിലവഴിക്കുന്ന പണം കൊണ്ട് ആ പാവങ്ങൾക്ക് മരുന്നോ പായയോ പുതപ്പോ മറ്റോ വാങ്ങിക്കൊടുക്കാം. അങ്ങനെ കുറെ ഉപദേശിച്ചു നോക്കി. എന്നിട്ടും വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിൽ യാതൊരു ഭാവവും ഉണ്ടായില്ല. ഒടുവിൽ പിഴ ഏർപ്പെടുത്തി. ഇത്ര ഭക്ഷണം കളഞ്ഞാൽ ഇത്ര തുക പിഴ ഈടാക്കുമെന്ന് നിയമം വെച്ചു. അതോടെ ദിവസവും 8 ബക്കറ്റുള്ള ഭക്ഷണാവശിഷ്ടം 1 ബക്കറ്റായി കുറഞ്ഞു. പിന്നെ 1/4 ബക്കറ്റായി. അവസാനം അത് തീരെ ഇല്ലാതായി. പിഴ ഒടുക്കേണ്ടി വരും എന്നോർത്തപ്പോൾ കുട്ടികളിൽ ബോധമുണർന്നു. പ്രവൃത്തിയിൽ ശ്രദ്ധ വന്നു. ബോധം ഉണർന്നു കഴിഞ്ഞ ഒരുവനും ലോകം ഒരു പുസ്തകമാണ്. പ്രകൃതിയിലെ ഓരോ വസ്തുവും അവന് ഗുരുവാണ്. പ്രകൃതിയിൽ നിന്ന് 24 ഗുരുക്കന്മാരെ കണ്ടെത്തി പാഠങ്ങൾ ഉൾക്കൊണ്ട അവധൂതന്റെ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പ്രകൃതിയെ വിവേകത്തോടുകൂടി നിരീക്ഷിക്കുകയാണെങ്കിൽ അതിലെ ഓരോ വസ്തുവിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. നിസ്സാരമെന്ന് നാം കരുതുന്നവ നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതായിരിക്കും. ക്ഷമയോടും വിവേകത്തോടും ശ്രദ്ധയോടും അവയെ നിരീക്ഷിക്കണം എന്നു മാത്രം. ഇതുവരെ യാതൊരു കുറ്റകൃത്യവും ചെയ്യാതെ ഒരാൾ നാളെ ഒരു പക്ഷേ ഒരു കൊലപാതകയോ കൊള്ളക്കാരനോ ആകാം. അതിനാൽ മനസ്സിനെ സദാ നിരീക്ഷിക്കണം. ശ്രദ്ധയും വിവേകവും ഒരു നിമിഷവും നഷ്ടമാകാൻ പാടില്ല.
മനസ്സിനെ കൂടുതൽ കൂടുതൽ നിരീക്ഷിക്കും തോറും നമ്മളിലെ നന്മയും തിന്മയും നമുക്ക് കൂടുതൽ അടുത്തറിയുവാൻ കഴിയും. രാത്രിയിലെ കൂരിരുട്ടിൽ ഒന്നും കാണാൻ സാധിക്കില്ല. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പ്രകാശം പരക്കുന്നതിനനുസരിച്ച് ദൃശ്യങ്ങൾ കൂടുതൽ മിഴിവുറ്റതാകും. അതുപോലെ സാധനയിലൂടെ ബുദ്ധിക്ക് കൂടുതൽ തെളിവ് ലഭിക്കുമ്പോൾ നമ്മളിലുള്ള കുറ്റങ്ങളും കുറവുകളും കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയും. അവയെ വിവേകപൂർവം നേരിടാനും പരിഹരിക്കാനും സാധിക്കും. വിവേകത്തോടും ശ്രദ്ധയോടും കൂടിയ കർമ്മമാണ് പ്രാർത്ഥന. ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുന്ന ഒരുവന്റെ ഏതു കർമ്മവും പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥനയ്ക്കായി പ്രത്യേകിച്ചൊരു സമയം നീക്കി വെക്കേണ്ടതില്ല. അവർ ജീവിത വിജയത്തെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാ വിജയവും അവരെ തേടിയെത്തും. ഹരി ഓം നമഃ ശിവായ.